ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഫ്ലൂയിഡ് മെഷീനറിയിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് തുടങ്ങാൻ പോകുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടർബൈൻസിൻ്റെ ബാക്കി പോർഷൻസാണ്. അതോടൊപ്പം തന്നെ പമ്പ്സിലെ സെൻട്രിഫ്യൂഗൽ പമ്പും കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് രണ്ടാമത്തെ മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ അതിൽ ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡ്രാഫ്റ്റ് ട്യൂബ് തിയറി, എഫിഷ്യൻസി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്, ഇത്രയും കാര്യങ്ങളാണ് ഈ പി പി ടിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടത്. അതോടൊപ്പം തന്നെ സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഡ്രാഫ്റ്റ് ട്യൂബ് നോക്കാം. ഡ്രാഫ്റ്റ് ട്യൂബ് ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഒരു ഇൻക്രീസിങ് ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഒരു പൈപ്പിനെയാണ് നമ്മൾ ഈ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുക. ഇത് മെയിൻലി നമ്മൾ റിയാക്ഷൻ ടർബൈനിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, റിയാക്ഷൻ ടർബൈനിൽ റണ്ണറിൻ്റെ ഔട്ട്ലെറ്റിൽ ഇറ്റ് കണക്ട്സ് ഔട്ട്ലെറ്റ് ഓഫ് ദ റണ്ണർ ടു ദ ടെയിൽ റേസ്. റണ്ണറിൻ്റെ ഔട്ട്ലെറ്റും ടെയിൽ റേസും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് ഈ ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുക. ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ഉള്ള ഒരു പൈപ്പിനെയാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുക. ഓക്കെ, ഇത് നെഗറ്റീവ് ഹെഡ് പെർമിറ്റ് ചെയ്യണു. നെഗറ്റീവ് ഹെഡ് പെർമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ടർബൈൻ്റെ ഔട്ട്ലെറ്റിൽ, റണ്ണറിൻ്റെ ഔട്ട്ലെറ്റിൽ ഉള്ള പ്രഷർ എന്ന് പറയുന്നത് നമുക്കൊരു നെഗറ്റീവ് പ്രഷറായിരിക്കും ഉണ്ടാവുക. ആ നെഗറ്റീവ് പ്രഷറിനെ നമുക്ക് എന്ത് ചെയ്യണം, പെർമിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, റണ്ണറിൻ്റെ ഔട്ട്ലെറ്റിലൂടെ പെർമിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രാഫ്റ്റ് ട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഏരിയ ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് ഇവിടെ ഇറ്റ് പെർമിറ്റ്സ്, അതിൻ്റെ പർപ്പസാണ്, ഇമ്പോർട്ടൻ്റ് ആണിത്. ഇറ്റ് പെർമിറ്റ്സ് എ നെഗറ്റീവ് ഹെഡ് ടു എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ റണ്ണർ ആൻഡ് ദെയർബൈ ഇൻക്രീസ് ദ നെറ്റ് ഹെഡ് ഓൺ ദ ടർബൈൻ. ആ നെഗറ്റീവ് ഹെഡിനെ പെർമിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നെറ്റ് ഹെഡ് ഓഫ് ദ ടർബൈൻ എന്ത് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. ദ ടർബൈൻ മേ ബി പ്ലേസ്ഡ് എബവ് ദ ടെയിൽ റേസ് വിത്തൗട്ട് എനി ലോസ് ഓഫ് നെറ്റ് ഹെഡ് ആൻഡ് ഹെൻസ് ടർബൈൻ മേ ബി ഇൻസ്പെക്റ്റഡ് പ്രോപ്പർലി. അതായത് ഈ ഡ്രാഫ്റ്റ് ട്യൂബ് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ടെയിൽ റേസിൻ്റെ മുകളിലാണ് നമുക്ക് ഈ ടർബൈനെ പ്ലേസ് ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ടർബൈനെ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നേരെ മറിച്ച് ഇമ്പൾസ് ടർബൈൻ ആണെങ്കിൽ അവിടെ ഡ്രാഫ്റ്റ് ട്യൂബ് ഇല്ല. അപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബ് ടർബൈൻ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ നേരെ ടെയിൽ റേസിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ടർബൈനിന് വല്ല ഇൻസ്പെക്ഷൻ നടത്തണമെങ്കിൽ ആ ടെയിൽ റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്ലെറ്റിൽ നിന്ന്, ടർബൈൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് പോണ വാട്ടർ കളക്ട് ചെയ്യണ ഏരിയനെയാണ് നമ്മൾ ടെയിൽ റേസ് എന്ന് പറയുക. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അത് ഈ ഡ്രാഫ്റ്റ് ട്യൂബ് പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്സ് എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് കൈനറ്റിക് എനർജി റിജക്റ്റഡ് അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ ടർബൈൻ ഇൻ ടു യൂസ്ഫുൾ പ്രഷർ എനർജി. നെഗറ്റീവ് ഹെഡിനെ പെർമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. നെഗറ്റീവ് ഹെഡ് എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ എനർജി നെഗറ്റീവ് ആവുകയാണ് അല്ലേ, പ്രഷർ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ടർബൈൻ്റെ ഔട്ട്ലെറ്റിൽ പ്രഷർ എനർജി കുറയണമെന്ന് പറയുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുണ്ട്. പ്രഷറും വെലോസിറ്റിയും, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, വെലോസിറ്റി കുറയും. അപ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി കൂടും. അപ്പോൾ ഇവിടെ ഈ ഡ്രാഫ്റ്റ് ട്യൂബ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഒരു ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് കൈനറ്റിക് എനർജിനെ എന്ത് ചെയ്യണു, കൺവേർട്ട് ചെയ്യാണ്. ടർബൈൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് റിജക്റ്റ് ചെയ്ത ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് കൈനറ്റിക് എനർജിനെ പ്രഷർ എനർജി ആയിട്ട് എന്ത് ചെയ്യണു, കൺവേർട്ട് ചെയ്യണു. ഇത് വിത്തൗട്ട് ദ ഡ്രാഫ്റ്റ് ട്യൂബ് കൈനറ്റിക് എനർജി റിജക്റ്റഡ് അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ ടർബൈൻ വിൽ ഗോ വേസ്റ്റ് ടു ദ ടെയിൽ റേസ്. ഇപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബ് ഇല്ലെങ്കിൽ ഈ കൈനറ്റിക് എനർജി എന്താണ്, വേസ്റ്റ് ആയിട്ട് ടെയിൽ റേസിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നെറ്റ് ഹെഡ് ഓൺ ദ ടർബൈൻ ഇൻക്രീസ് ചെയ്യും. ടർബൈൻ ഡെവലപ്സ് മോർ പവർ നല്ല പവർ ഡെവലപ്പ് ചെയ്യും ടർബൈൻ. ആൻഡ് ഓൾസോ ദ എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ ഇൻക്രീസസ്. ശരിയാണ്, നെറ്റ് ഹെഡ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ടർബൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യും. ഓഫ് കോഴ്സ് പവർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടർബൈൻ്റെ എഫിഷ്യൻസി എന്താണ്, ഇൻക്രീസ് ചെയ്യും. ഇനി ഇഫ് എ റിയാക്ഷൻ ടർബൈൻ ഈസ് നോട്ട് ഫിറ്റഡ് വിത്ത് എ ഡ്രാഫ്റ്റ് ട്യൂബ്, ഇത് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഇഫ് എ റിയാക്ഷൻ ടർബൈൻ ഈസ് നോട്ട് ഫിറ്റഡ് വിത്ത് എ ഡ്രാഫ്റ്റ് ട്യൂബ്, ഒരു റിയാക്ഷൻ ടർബൈനിൽ ഡ്രാഫ്റ്റ് ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദ പ്രഷർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ റണ്ണർ വിൽ ബി ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. റണ്ണറിൻ്റെ ഔട്ട്ലെറ്റിലുള്ള പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആയിരിക്കും. സോ ദ വാട്ടർ ഫ്രം ദ ഔട്ട്ലെറ്റ് ഓഫ് ദ റണ്ണർ വിൽ ഡിസ്ചാർജ് ഫ്രീലി ഇൻ ടു ദ ടെയിൽ റേസ്. ദ നെറ്റ് ഹെഡ് ഓൺ ദ ടർബൈൻ വിൽ ബി ലെസ് ദാൻ that of a reaction turbine fitted with a draft tube. Also, without the draft tube, the kinetic energy rejected outlet of the runner will go waste to the tail race. അതായത് ഒരു റിയാക്ഷൻ ടർബൈനിലെ ഡ്രാഫ്റ്റ് ട്യൂബ് പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ
നമുക്ക് ഈ മേലെ പറഞ്ഞ ലോസസ് എല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ഫ്രീ ആയിട്ട് വെറുതെ വേസ്റ്റായിട്ട് കൈനറ്റിക് എനർജി പോവും. ലോസസ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല, പവർ നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ പർപ്പസ്. ഓക്കെ, ഇനി അതേപോലെയാണ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബാണ്. ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബിൽ മെയിനായിട്ടുള്ള ഡ്രാഫ്റ്റ് ട്യൂബുകളാണ്. മെയിനായിട്ട് ഒരു 4 ഡ്രാഫ്റ്റ് ട്യൂബാണുള്ളത്. കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബ്, സിമ്പിൾ എൽബോ ട്യൂബ്, മൂഡി സ്പ്ലിറ്റ് ട്യൂബ്, ഡ്രാഫ്റ്റ് ട്യൂബ് വിത്ത് സർക്കുലർ ഇൻലെറ്റ് ആൻഡ് റെക്റ്റാങ്കുലർ ഔട്ട്ലെറ്റ്. അതിൽ കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബാണിത്. കോണിക്കൽ ഷേപ്പിലാണ് ഈ ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ടാവുക. ഇതാണ് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്. ഒരു കോൺ ഷേപ്പിലാണ്. ഇവിടുത്തെ ഏരിയ സ്മോൾ ആണ്, ഇവിടെ ഏരിയ ലാർജ് ആണ്. ഓക്കെ, ഇനി സിമ്പിൾ എൽബോ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോൾ എൽബോ ഷേപ്പിലുള്ളൊരു പൈപ്പായിരിക്കും ഉണ്ടാവുക. അതിനെയാണ് സിമ്പിൾ എൽബോ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുക. മൂഡി സ്പ്രെഡ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് 2 ഡയറക്ഷനിലേക്ക് പോയിട്ട് ഔട്ട്ലെറ്റ് എന്താണ്, ഇൻലെറ്റ് ഒറ്റ ഡയറക്ഷനിലായിരിക്കും, ഔട്ട്ലെറ്റ് എന്താണ് 2 വേയിലൂടെ പോണായിട്ടുണ്ടാവും. അതാണ് ഈ മൂഡി സ്പ്രെഡ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ദെൻ 4മത്താണ് ഡ്രാഫ്റ്റ് ട്യൂബ് വിത്ത് സർക്കുലർ ഇൻലെറ്റ് ആൻഡ് റെക്റ്റാങ്കുലർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടർബൈൻ്റെ ഔട്ട്ലെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ പോർഷൻ സർക്കുലർ ആയിരിക്കും, അതല്ലേ? അതാണ് അപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റ് അല്ലേ, സർക്കുലർ ആയിരിക്കും. ദെൻ ഈ ഡ്രാഫ്റ്റ് ട്യൂബിലൂടെ വാട്ടർ ക്യാരി ചെയ്ത് എക്സിറ്റ് ചെയ്യും, ഔട്ട്ലെറ്റ് ചെയ്യും അല്ലേ. ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഔട്ട്ലൂടെ നമുക്ക് പുറത്തെടുക്കണം. അതെന്തായിരിക്കും? റെക്റ്റാങ്കുലർ ഔട്ട്ലെറ്റ് ആയിരിക്കും. ഇതായിരുന്നു നമ്മൾ കപ്ലാൻ ടർബൈനിൽ പഠിക്കുമ്പോൾ കാണിച്ച ചിത്രത്തിലുണ്ടായിരുന്ന ഡ്രാഫ്റ്റ് ട്യൂബ്. ഓക്കെ, ദെൻ ഇവിടെ HS എന്നൊക്കെ പറയുന്നത് ഹൈറ്റാണ്. ടെയിൽ റേസ് തൊട്ടിട്ട് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റ് വരെയുള്ള ഹൈറ്റിനെയാണ് ഈ HS എന്ന് പറഞ്ഞ് കാണിക്കുന്നത്, വെർട്ടിക്കൽ ഹൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്. അപ്പോൾ എന്താണ് ഡ്രാഫ്റ്റ് ട്യൂബ്, എന്താണ് പർപ്പസ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബും എന്താണ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്നുള്ളത് നോക്കി. ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബിൽ ചിത്രങ്ങൾ തന്നെയാണ് ആവശ്യം. ഇതിൻ്റെ പേരും ചിത്രങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഇനി അതേപോലെയാണ് ഡ്രാഫ്റ്റ് ട്യൂബ് തിയറി. ഡ്രാഫ്റ്റ് ട്യൂബ് തിയറി എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ട്യൂബിൽ വരുന്ന പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സൈഡാണ്, ഇതിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ കൺസിഡർ ചെയ്യണു ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇതാണ് ആ ഡ്രാഫ്റ്റ് ട്യൂബ്. ഈ ഡ്രാഫ്റ്റ് ട്യൂബ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഈ ഡ്രാഫ്റ്റ് ട്യൂബ് കൺസിഡർ ചെയ്യാണ്. ഇത് 1 എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞ സെക്ഷനും ഇവിടെ 2 എന്ന് പറഞ്ഞ 2 സെക്ഷനും എടുത്തു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ എന്താണ്? ടർബൈൻ്റെ കേസിംഗ് ആണ്. ടർബൈൻ്റെ കേസിംഗ് എന്ന് പറഞ്ഞാൽ റണ്ണറാണ്, റണ്ണറിൻ്റെ ഔട്ട്ലെറ്റ്. ഈ റണ്ണറിൻ്റെ ഔട്ട്ലെറ്റിലാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ റണ്ണറിൻ്റെ ഔട്ട്ലെറ്റും അതായത് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റിനെ നമ്മളൊരു സെക്ഷനായിട്ട് എടുത്തു. ദെൻ ഈ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഔട്ട്ലെറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? സെക്ഷൻ 2 ആയിട്ട് കൺസിഡർ ചെയ്തു. ഈ ഡ്രാഫ്റ്റ് ട്യൂബ് നമ്മൾ ടെയിൽ റേസിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചതായിട്ട് എടുക്കുന്നു. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഔട്ട്ലെറ്റ് തൊട്ട് ഈ ടെയിൽ റേസ് ലെവൽ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ y എന്ന് എടുത്തു. അതേപോലെ ടെയിൽ റേസിൻ്റെ അപ്പർ ലെവൽ തൊട്ടിട്ട് ഈ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റ് വരെയുള്ള ഹൈറ്റിനെ HS എന്ന് എടുത്തു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. HS എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എബൌട്ട് ടെയിൽ റേസ്. ശരിയല്ല, വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ് ആണ് എവിടെ നിന്ന്? എബവ് ടെയിൽ റേസിൽ നിന്ന് എബവിലുള്ളത്. ഇനി y എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ബോട്ടം ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് ഫ്രം ടെയിൽ റേസ് അല്ലേ. ഡിസ്റ്റൻസ് ഓഫ് ബോട്ടം ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ബോട്ടം ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് ഫ്രം ടെയിൽ റേസിൽ നിന്ന് ബോട്ടം ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ y എന്നും കൺസിഡർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ സെക്ഷൻ 1ഉം സെക്ഷൻ 2ൽ എന്ത് ചെയ്തു? ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. സോ അതവിടെ പറഞ്ഞിരിക്കണം, അപ്ലൈയിങ് ബെർണോളിസ് ഇക്വേഷൻ ടു ഇൻലെറ്റ്. ഇൻലെറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 1 ഇൻലെറ്റ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഔട്ട്ലെറ്റ് സെക്ഷൻ 2 ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ് ആൻഡ് ടേക്കിംഗ് സെക്ഷൻ 2 ആസ് ഡാറ്റം ലൈൻ. ഇതിൽ നമ്മൾ സെക്ഷൻ 1 സെക്ഷൻ 2 എന്ന് എടുത്തിട്ടുണ്ട്. അതിൽ സെക്ഷൻ 2നെ ഡാറ്റം ലൈനായിട്ട് എടുത്തു. ഡാറ്റം ലൈൻ എന്ന് പറഞ്ഞാൽ റെഫറൻസ് ലൈനായിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? സെക്ഷൻ 1ൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? P1/ρg പ്ലസ് V1/2g പ്ലസ് സെഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. സെഡ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഹെഡാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക? സെക്ഷൻ 1ൽ എന്താണ്?
സെഡിന് പകരം വരിക. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഹെഡാണ് അല്ലേ. അപ്പോൾ ഈ സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 ഉണ്ട്. ഇതിൽ സെക്ഷൻ 2 ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് ഡാറ്റം ലൈനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഹൈറ്റാണ് സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഹൈറ്റ് എന്താണ്? HS പ്ലസ് വൈ ആണ്. സോ ഇവിടെ നമുക്ക് എഴുതാം P1/ρg പ്ലസ് V1² 2g പ്ലസ് HS പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി സെക്ഷൻ 2ൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ P2/ρg അല്ലേ, P2/ρg പ്ലസ് സെക്ഷൻ 2ലുള്ള വെലോസിറ്റി ഹെഡ് V2² 2g പ്ലസ് സെക്ഷൻ 2ലുള്ള ഡാറ്റം ഹെഡ് അല്ലേ, സെഡ് എന്ന് പറയുമല്ലോ. ഡാറ്റം ഹെഡ് ആണല്ലോ അത്. ഡാറ്റം ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സെക്ഷൻ 2 ഇറ്റ് സെൽഫ് ഡാറ്റം ലൈൻ, റെഫറൻസ് ലൈനാണ് സെക്ഷൻ 2 തന്നെ. അപ്പോൾ എന്താണ് അവിടെ ഡാറ്റം ഹെഡ് എത്രയാണ്? 0 ആണ്. സോ 0 പ്ലസ് HF എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. ഡ്രാഫ്റ്റ് ട്യൂബാണ്, പൈപ്പാണ് അല്ലേ. സെക്ഷൻ 1 മുതൽ സെക്ഷൻ 2 വരെ 2യിലൂടെ അകത്തൂടെ വെള്ളം ഒഴുകുമ്പോൾ അവിടെ എന്താണ്? ഒരു ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും. ആ ലോസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. പിന്നെ HF എന്നിട്ടു അതിന് ഇക്വേഷൻ 1 എന്നും കൊടുത്തു. ഇനി HF എന്ന് പറയുന്നത് ലോസ് ഓഫ് എനർജി ബിറ്റ്വീൻ സെക്ഷൻ 1 ആൻഡ് 2 ആണെന്ന് പറഞ്ഞു. ബട്ട് ഇനി നമ്മളിതിൽ പറയുന്ന കാര്യം P2/ρg എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് പ്ലസ് വൈ ആണെന്ന് പറയുന്നത്. ഈ P2/ρg എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെക്ഷൻ 2ലുള്ള പ്രഷർ ഹെഡാണ് P2/ρg. ആ P2/ρg എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡും പ്ലസ് ഈ വൈ ഡിസ്റ്റൻസും കൂടിയുള്ള പ്രഷറാണ് എന്ത്? P2/ρg എന്ന് പറയുന്നത്, പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് അല്ലേ. ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യണ അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഈ വൈ കൂടി കൂടുന്ന പ്രഷറായിരിക്കും എന്ത്? ഈ സെക്ഷൻ 2ൽ കിട്ടുക എന്ന് പറയുന്നത്. സോ അതിന് നമുക്ക് എഴുതാം PA/ρg പ്ലസ് വൈ എന്ന് എഴുതാം. PA/ρg എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ്. PA/ρg എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡാണ്. പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ഓഫ് ഔട്ട്ലെറ്റ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് ടു ടെയിൽ റേസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ മേലത്തെ ഇക്വേഷൻ 1ൽ P2/ρgക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? PA/ρg പ്ലസ് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ദ എബോ ഇക്വേഷൻ 1 ബിക്കംസ് എന്ത് സംഭവിക്കും? P1 എബോ ഇക്വേഷൻ 1 എന്ത് തന്നെയാണ്? P1/ρg പ്ലസ് V1² 2g പ്ലസ് HS പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു P2/ρg ഉണ്ട്. അതിന് പകരം എന്ത് കൊടുക്കണം? PA/ρg പ്ലസ് വൈ പ്ലസ് V2² 2g പ്ലസ് HF ആണ് അല്ലേ. ഇനി ഇത് സോൾവ് ചെയ്യാണ്. നമ്മൾ P1ൻ്റെ ഇതിന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് വൈ ഉണ്ട്, ഇവിടെ പ്ലസ് വൈ ഉണ്ട്. പ്ലസ് വൈ ഗെറ്റ്സ് ക്യാൻസൽ ആവും. ഇപ്പോൾ റിമൈനിങ് ഇക്വേഷൻ എന്താ വരിക? P1/ρg പ്ലസ് V1² 2g പ്ലസ് HS വിച്ച് ഈസ് ഈക്വൽ ടു PA/ρg പ്ലസ് V2² 2g പ്ലസ് HF. സോ നമുക്കിവിടെ ആവശ്യം P1/ρg ആണ് വേണ്ടത്. കാരണം ഇവിടെ ഈ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റിലുള്ള പ്രഷർ എത്രയെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പ്രഷറാണെന്ന് പറഞ്ഞു. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും താഴെയുള്ള പ്രഷറായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? ഈ റിലേഷനിൽ P1/ρgനെ മാത്രം നമ്മൾ ഒരു സൈഡിൽ നിർത്തുകയാണ്. അതർ ടേംസിനെയൊക്കെ എന്താണ്? അതർ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ ദ ഇക്വേഷൻ ബിക്കംസ് P1/ρg ഈക്വൽ ടു, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷൻ അതുപോലെ എടുത്ത് എഴുതുകയാണ് PA/ρg പ്ലസ് V2² 2g പ്ലസ് HF മൈനസ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരുന്ന V1² 2gയും HSനെയും അതർ സൈഡിലേക്ക് കൊണ്ടുപോകണം. സോ മൈനസ് V1² 2g മൈനസ് HS എന്നാവുന്നു. സോ വി ക്യാൻ റൈറ്റ് PA/ρg, ഇത് PA ആണ് കേട്ടോ, PA/ρg minus HS minus of V1² 2g minus V2² 2g minus HF. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി എഴുതിയെന്ന് മാത്രം. അത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെയാണ്. ഒന്ന് ഈ V2ഉം V1നെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ സൈൻ എല്ലാം ഇവിടെ 2 പ്ലസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിനെല്ലാം ഒരു ടേമിന് മാത്രം പ്ലസ് ബാക്കിയെല്ലാം മൈനസിൻ്റെ രീതിക്ക് ആക്കാനായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയെന്ന് മാത്രം. സോ ഇതാണ് നമുക്ക് ആവശ്യമുള്ള റിലേഷൻ. ഒന്നില്ലെങ്കിൽ ഇത്, ഒന്നില്ലെങ്കിൽ ഇത്, ഇല്ലെങ്കിൽ ഇത്. ഈ 2 റിലേഷനിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇനി പറഞ്ഞ കാര്യമാണ് ഈ ഇക്വേഷനിൽ, ഈ എബോ ഇക്വേഷനിൽ P1/ρg എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കണം? ലെസ് ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കണം. കാരണം അതെവിടെയുള്ളതാണ്? ഇൻലെറ്റിലാണ് അല്ലേ, ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റിലാണ്. കാരണം ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റിൽ നെഗറ്റീവ് പ്രഷറാണ് ഉണ്ടാവുക. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഇതാണ് ഡ്രാഫ്റ്റ് ട്യൂബ് തിയറി, അതിൻ്റെ ഇക്വേഷനും. ഓക്കെ, അത് മെയിൻലി നമ്മൾ ഈ ഇക്വേഷൻ അറൈവ് ചെയ്യുന്നത് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്താണ് എഫിഷ്യൻസി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്. എഫിഷ്യൻസി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് തന്നെയാണ് അല്ലേ. സോ എഫിഷ്യൻസി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദ റേഷ്യോ ഓഫ് ആക്ച്വൽ കൺവേർഷൻ ഓഫ് കൈനറ്റിക് ഹെഡ് ഇൻ ടു പ്രഷർ ഹെഡ് ഇൻ ദ ഡ്രാഫ്റ്റ് ട്യൂബ് ടു ദ കൈനറ്റിക് ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ്. അതായത് ഈ ഡ്രാഫ്റ്റ് ട്യൂബ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത്, ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ടെങ്കിൽ ആ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റ് നമ്മൾ ടർബൈൻ്റെ റണ്ണറിൻ്റെ ഔട്ട്ലെറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടർബൈൻ്റെ റണ്ണറിൻ്റെ ഔട്ട്ലെറ്റിലുള്ള പ്രഷർ എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രഷറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അവിടെ കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ, കൈനറ്റിക് ഹെഡ് ഉണ്ട്. ആ കൈനറ്റിക് എനർജിനെ എന്ത് ചെയ്യുകയാണ്, കൺവേർഷൻ നടക്കുകയാണ് ചെയ്യുക. കൈനറ്റിക് എനർജിനെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡ്രാഫ്റ്റ് ട്യൂബ്. അപ്പോൾ എത്രയാണ് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആക്ച്വലായിട്ട് അവിടെ കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ടു പ്രഷർ ഹെഡ് എത്രയാണ്, ആക്ച്വലായിട്ട് എത്ര കൈനറ്റിക് എനർജിന് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അത് ഡിവൈഡഡ് ബൈ കൈനറ്റിക് ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ. ടർബൈൻ്റെ ഇൻലെറ്റിൽ നോട്ട് ടർബൈൻ, ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റിലുള്ള കൈനറ്റിക് ഹെഡ് എത്രയാണ്, നമ്മുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്, എഫിഷ്യൻസി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്. അപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ എഫിഷ്യൻസി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് η/d എന്നാണ്. അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു V1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഇൻലെറ്റ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ്. ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റിലുള്ള വാട്ടറിൻ്റെ വെലോസിറ്റിന് V1 എന്നും V2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ്. HF എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഹെഡ് ഇൻ ദ ഡ്രാഫ്റ്റ് ട്യൂബും എടുക്കണം. ദെൻ തിയറിറ്റിക്കൽ കൺവേർഷൻ ഓഫ് കൈനറ്റിക് ഹെഡ് ഇൻ ടു പ്രഷർ ഹെഡ് ഇൻ ദ ഡ്രാഫ്റ്റ് ട്യൂബ് അല്ലേ. തിയറിറ്റിക്കൽ കൺവേർഷൻ ആണ് അല്ലേ, ഇതിപ്പോൾ ആക്ച്വൽ കൺവേർഷൻ ആണ്, ഇവിടെ നമുക്ക് തിയറിറ്റിക്കൽ കൺവേർഷൻ പറയാം. അപ്പോൾ തിയറിറ്റിക്കൽ കൺവേർഷൻ ഓഫ് കൈനറ്റിക് ഹെഡ് ഇൻ ടു പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ ഇൻലെറ്റിൽ നിന്ന് ഉള്ള കൈനറ്റിക് ഹെഡ് മൈനസ് ഔട്ട്ലെറ്റിലുള്ള കൈനറ്റിക് ഹെഡിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര കൈനറ്റിക് ഹെഡ് തിയറിറ്റിക്കലി കൺവേർട്ട് ചെയ്തു നമുക്ക് മനസ്സിലാക്കാം. ആക്ച്വൽ കൺവേർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഡ്രാഫ്റ്റ് ട്യൂബ് സെക്ഷൻ 1 മുതൽ സെക്ഷൻ 2 വരെ ഡ്രാഫ്റ്റ് ട്യൂബിനകത്തോട് വെള്ളം ഒഴുകുമ്പോൾ അവിടെ ഹെഡ് ലോസ് ടു ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഹെഡ് ലോസ് ടു ഫ്രിക്ഷൻ കൂടി നമുക്കൊന്ന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, ശരിയല്ലേ. അപ്പോൾ നമുക്കിവിടെ ആക്ച്വൽ കൺവേർഷൻ ബൈ കൈനറ്റിക് ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ആക്ച്വൽ കൺവേർഷനാണ്. ഇത് വേണ്ട, ഇത് തിയറിറ്റിക്കലാണ്, കാരണം എഫിഷ്യൻസിയിൽ നമ്മൾ തിയറിറ്റിക്കലിൻ്റെ കേസ് പറയണില്ല അല്ലേ, ആക്ച്വൽ കൺവേർഷനാണ്. സോ ആക്ച്വൽ കൺവേർഷൻ എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോൾ V1² / 2g - V2² / 2g - HF ബൈ കൈനറ്റിക് ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ്. ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റിലുള്ള കൈനറ്റിക് ഹെഡാണ്, ദാറ്റ് ഈസ് എന്താണ്, V1² / 2g ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് എഫിഷ്യൻസി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം വായിക്കാം. എ കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബ് ഹാവിംഗ് ഡയമീറ്റർ അറ്റ് ദ ടോപ്പ് ആസ് 2 meter and pressure head at 7 meter of water discharges water at the outlet of a velocity of 1.2 meter per second at the rate of 25 meter cube per second. If atmospheric pressure head is 10.3 meter of water and losses between the inlet and outlet of the draft tubes are negligible, find the length of draft tube immersed in water. Total length of tube is 5 meter. Okay. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബാണ്, അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ടോപ്പിലുള്ള കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഡയമീറ്റർ അറ്റ് ദ ടോപ്പ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ആൻഡ് ദ പ്രഷർ ഹെഡ് അറ്റ് 7 മീറ്റർ ഓഫ് വാട്ടർ, പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് 7 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഡിസ്ചാർജസ് വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് വിത്ത് എ വെലോസിറ്റി ഓഫ് 1.2 meter per second എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ആ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഔട്ട്ലെറ്റിൽ ഡിസ്ചാർജ് ചെയ്യുന്ന വെലോസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് 1.2 meter per second എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ റേറ്റ് ഓഫ് 25 meter cube per second എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസ് ടോപ്പിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. പ്രഷർ ഹെഡ് അറ്റ് ഇൻലെറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെയുള്ള പ്രഷർ ഹെഡ് അറ്റ് ഇൻലെറ്റ് തന്നിട്ടുണ്ട് 7 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അത് വാക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്കം എന്ന് പറയുമ്പോൾ പ്രഷർ ഹെഡ് അറ്റ് ഇൻലെറ്റ് ഇവിടെയാണ് അല്ലേ. ഇൻലെറ്റിലുള്ള പ്രഷർ ഹെഡ് വാക്കം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, നെഗറ്റീവ് പ്രഷറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് മീൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ
അപ്പോൾ ഇവിടെ കൺവേർഷൻ എടുത്തിട്ടുണ്ട്, വാക്വമാണ്, പക്ഷേ നമുക്ക് ആബ്സല്യൂട്ട് വേണം. ആബ്സല്യൂട്ട് കിട്ടാനായിട്ട് എന്ത് ചെയ്യണു, അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡിൽ നിന്ന് ഈ വാക്വം പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആബ്സല്യൂട്ട് പ്രഷർ ഹെഡ് കിട്ടും. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് എത്രയാണ്, 10.3 മീറ്റർ വാട്ടർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 10.3 മീറ്ററിൽ നിന്ന് ഈ വാക്വം പ്രഷർ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 3.3 മീറ്റർ ആബ്സല്യൂട്ട് പ്രഷർ ഹെഡ് നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഔട്ട്ലെറ്റിലുള്ള വെലോസിറ്റി 1.2 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് V2 1.2 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ദെൻ ഡിസ്ചാർജ് 25 മീറ്റർ ക്യൂബ് സെക്കൻഡ് തന്നിട്ടുണ്ട്, ഡ്രാഫ്റ്റ് ട്യൂബിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഡിസ്ചാർജ്. ദെൻ ലോസ് ഓഫ് എനർജി നെഗ്ലിജിബിൾ ആണ് പറഞ്ഞിട്ടുണ്ട്. ലോസ് ഓഫ് എനർജി ഡ്രാഫ്റ്റ് ട്യൂബ്സ് ലോസസ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞു. സോ HF എന്താണ്, 0 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കും ഇതാണ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. അതായത് വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ലെങ്ത് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് Y ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് 5 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രാഫ്റ്റ് ട്യൂബ്. ഈ ചിത്രം ഇതാണല്ലോ ഡ്രാഫ്റ്റ് ട്യൂബ്. അപ്പോൾ ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റും ആണ് അല്ലേ. അപ്പോൾ ഇത് ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ Y ആണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ബട്ട് നേരെ മറിച്ച് അവർ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, അതാണ് ഇവിടെ ഈ തന്നിരിക്കണ ഈ 5 മീറ്റർ എന്ന് പറയുന്നത്, അതാണ് ഈ ടോട്ടൽ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് ഇവിടെ എഴുതി ദ ടോപ്പ് ഡയമീറ്റർ 2 മീറ്റർ ആണ്, വെലോസിറ്റി ഔട്ട്ലെറ്റ് 1.2 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നൊക്കെ എഴുതി. നമ്മളിവിടെ എന്താണ് ഇൻലെറ്റിലുള്ള വെലോസിറ്റി V1, ഇൻലെറ്റിലുള്ള പ്രഷർ P1 എന്നൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ Y ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇക്വേഷൻ അറിയാം. ആ ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇക്വേഷൻ അറിയാം. വി ഓൾ നോ ദാറ്റ് ഇക്വേഷൻ P1 by rho g equal to PA by rho g minus HS minus of V1 square by 2g minus V2 square by 2g minus HF എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ P1 by rho g എന്ന് പറഞ്ഞാൽ പ്രഷർ ഹെഡ് അറ്റ് ഇൻലെറ്റ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബാണ്. അത് നമ്മളിവിടെ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് 3.3 മീറ്റർ എന്ന്. ഓക്കെ, PA by rho g എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10.3 എന്ന് തന്നിട്ടുണ്ട്. ദെൻ HS എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഹൈറ്റ് ആണ്, വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എബവ് ടെയിൽ റേസ്. ഇതാണല്ലോ ടെയിൽ റേസ്. ഈ ടെയിൽ റേസിൽ നിന്ന് ഈ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റ് വരെയുള്ള ഹൈറ്റിനെയാണ് HS എന്ന് പറയുന്നത്. ഓക്കെ, HS. ദെൻ ഈ V1 സ്ക്വയർ ബൈ 2g വേണം, അതിൽ V1 വേണം. V1 എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഇൻലെറ്റിലുള്ള വെലോസിറ്റിയാണ്. V2 എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റിൻ്റെ ഔട്ട്ലെറ്റിലുള്ള വെലോസിറ്റിയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, തന്നിട്ടുണ്ട്. ദെൻ HF 0 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് അറിയാത്തത് HS ഉണ്ട്, അതുപോലെ V1 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ HS അറിയില്ല, V1 അറിയില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡിറ്റർമൈൻ ചെയ്യണം. ഏതെങ്കിലും ഒന്ന് ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് Y കാണാൻ പറ്റുള്ളൂ. കാരണം HS എന്ന് പറഞ്ഞ റിലേഷൻ വെച്ചിട്ടേ നമുക്ക് Y കാണാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എടുക്കുകയാണെങ്കിൽ ഈ ടോട്ടൽ ഹൈറ്റ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ, 5 മീറ്റർ എന്ന് ടോട്ടൽ ഹൈറ്റ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ 5 മീറ്ററാണ്. ഈ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, HS പ്ലസ് Y. HS പ്ലസ് Y ആണെന്ത്, 5 മീറ്റർ എന്ന് പറയണത്. ശരിയല്ലേ. അപ്പോൾ നമുക്ക് അത് കാണാനായിട്ട് നമുക്ക് എന്ത് വേണം, ഈ റിലേഷനിൽ അപ്പോൾ എന്ത് വേണം, HS അവിടെ തന്നെ നിൽക്കണം. ഇപ്പോൾ V1 ആണ് വേണ്ടത്. V1 കിട്ടിയിട്ട് ഈ HSനെ അവിടെ നിർത്തിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, Y ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ V1 കാണണമെങ്കിൽ എന്ത് ചെയ്യണം, V1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിലുള്ള വെലോസിറ്റിയാണ്. ഇൻലെറ്റിലുള്ള വെലോസിറ്റി കാണണമെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് സെക്ഷൻ 1ഉം ഇത് സെക്ഷൻ 2 ആണ്. നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ Q ഈക്വൽ ടു A V1 എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം Q ഈക്വൽ ടു A V1 എന്ന് എഴുതുമ്പോൾ V1 ഈക്വൽ ടു എന്തെന്ന് എഴുതാം, Q ബൈ A എന്ന് എഴുതാം. അതിൽ Q ആണ് ഡിസ്ചാർജ്, A എന്ന് പറയുമ്പോൾ ഏരിയ അറ്റ് ഇൻലെറ്റിലാണല്ലോ. ഇൻലെറ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ π/4 D1 സ്ക്വയർ ആണ്. D1 നമുക്ക് 2 മീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ V1ൻ്റെ വാല്യൂ കിട്ടി 7.957 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഈ വാല്യൂ നമ്മളിവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സോൾവ് ചെയ്തപ്പോൾ അതിൻ്റെ സിംപ്ലിഫൈ ചെയ്ത് HS ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസർ നമുക്ക് കിട്ടും. HS ഈക്വൽ ടു നമുക്ക് എത്ര 3.8464 മീറ്റർ എന്ന് പറഞ്ഞ ഒരു ആൻസർ കിട്ടി. അപ്പോൾ HS കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്താണ് Y കണ്ടുപിടിക്കുക. Y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇവിടെ പറഞ്ഞതാണ് അല്ലേ. Y എന്ന് പറഞ്ഞാൽ എന്താണ്,
ടോട്ടൽ ലെങ്ത് ഓഫ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എച്ച് എസ് പ്ലസ് വൈ ആണ്. അപ്പോൾ വൈ എന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് എച്ച് എസിന് മൈനസ് ചെയ്യാണ് ചെയ്യുക അല്ലേ. അപ്പോൾ വൈ ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് മൈനസ് എച്ച് എസ് ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് 5 ആണ്, എച്ച് എസ് 3.8464 ആണ്. അത് ചെയ്യുമ്പോൾ കിട്ടി 1.1536 മീറ്ററിന് ആൻസർ കിട്ടി. ക്ലിയർ? ഇതേപോലെ ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണുള്ളത്, ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബ് ഹാവിംഗ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഡയമീറ്റേഴ്സ് 1 meter and 1.5 meter discharges water at outlet with a velocity of 2.5 meter per second. The total length of the draft tube is 6 meter and 1.2 meter of the length of the draft tube is immersed in water. If the atmospheric pressure head is 10.3 meter of water and loss of head due to friction in the draft tube is equal to 0.2 into velocity head at the outlet of the tube, find pressure head at inlet and efficiency of the draft tube. ഒരു കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബാണ് തന്നിരിക്കുന്നത്. ആ കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ, ഇപ്പോൾ കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് അല്ലേ. ഈ കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബ് ഇതാണ്, കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബാണ്. അതിൻ്റെ ഇൻലെറ്റ് ഡയമീറ്ററും ഔട്ട്ലെറ്റ് ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഇൻലെറ്റ് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ D1 തന്നിട്ടുണ്ട്, എത്രയാണ് 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഔട്ട്ലെറ്റ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കിത് എടുക്കാം, ഇത് നമുക്ക് D2 എന്ന് എടുക്കാം. D2 വന്നിട്ട് അവർ 1.5 മീറ്റർ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഡിസ്ചാർജ് ചെയ്യണു. ഇറ്റ് ഡിസ്ചാർജസ് വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് വിത്ത് എ വെലോസിറ്റി ഓഫ് 2.5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് V2 തന്നിട്ടുണ്ട്. V2 തന്നിട്ടുണ്ട് അവർ എത്രയാണ് 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. V2 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ്, ടോട്ടൽ ലെങ്ത് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് 6 മീറ്റർ ആണ്. അതായത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 6 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 6 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് 1.2 മീറ്റർ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടെയിൽ റേസ് സംവേർ ഇവിടെ ഉണ്ടാവണം. കാരണം ഈ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത് 1.2 മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. 1.2 മീറ്ററിന് തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 1.2 മീറ്റർ ഓഫ് ലെങ്ത് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്താണ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് 10.3 മീറ്റർ ഓഫ് വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ദ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് ഈക്വൽ ടു 0.2 ടൈംസ് വെലോസിറ്റി ഹെഡ് അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ ലോസ് ഓഫ് ഹെഡ് തന്നിട്ടുണ്ട്. ഓക്കെ, HF ഉണ്ട് ഇതിൽ. ഇപ്പോൾ എങ്ങനെ കാണാമെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ തന്നെ ഇപ്പോൾ നമ്മൾ ഗിവൺ ഡാറ്റ പറഞ്ഞ പോലെ ഇൻലെറ്റ് ഡയമീറ്റർ 1 മീറ്റർ, ഔട്ട്ലെറ്റ് ഡയമീറ്റർ 1.5, ഔട്ട്ലെറ്റ് വെലോസിറ്റി 2.5 മീറ്റർ പെർ സെക്കൻഡ്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് ട്യൂബ് 6 മീറ്റർ തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് HS പ്ലസ് Y ആണ് എന്ത് 6 മീറ്റർ. ദ ലെങ്ത് ഓഫ് ട്യൂബ് ഇൻ വാട്ടർ ദാറ്റ് ഈസ് Y ആണല്ലോ. Y എത്രയാണ് 1.2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് HS കണ്ടുപിടിക്കാം. 6 മൈനസ് 1.2 4.8 മീറ്റർ എന്ന് കിട്ടി. ദെൻ നമ്മൾ ചെയ്യണു അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് PA/ρg ആണ്, അതറിയാം തന്നിട്ടുണ്ട് 10.3 മീറ്റർ ആണ്. ദെൻ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ എത്രയാണ് 0.2 ടൈംസ് ദ വെലോസിറ്റി ഹെഡ് അറ്റ് ഔട്ട്ലെറ്റ് തന്നിട്ടുണ്ട്. സോ 0.2 ഇൻറ്റു V2² എന്ന് എഴുതാം. ഇനി ഡിസ്ചാർജ് ത്രൂ ഡ്രാഫ്റ്റ് ട്യൂബ് നമുക്ക് കാണണം, വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് കാണണം ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമൈനിങ് തിങ്സ്. സോ ആദ്യം കാണേണ്ടത് എന്താണ്, പ്രഷർ ഹെഡ് അറ്റ് ഇൻലെറ്റ് ആണ്. പ്രഷർ ഹെഡ് അറ്റ് ഇൻലെറ്റ് ആണ്, അതായത് P1/ρg ആണ് കാണേണ്ടത്. അപ്പോൾ P1/ρg ഈക്വൽ ടു PA/ρg മൈനസ് HS മൈനസ് V1²/2g മൈനസ് V2²/2g മൈനസ് HF ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്കറിയാത്തത്? PA/ρg അറിയാം, HS നമുക്കറിയാം. അപ്പോൾ V1 അറിയോ? അറിയില്ല. V2 അറിയോ? V2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. HF ഡയറക്റ്റ് തന്നിട്ടില്ല, കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് V1ഉം HFും കാണണം. അപ്പോൾ V1 HF കാണാനാണ്, V1 കാണാനുള്ള ഇക്വേഷനാണ് നമുക്കറിയാം. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, Q ഈക്വൽ ടു A1 ഇൻറ്റു V1 ആണ്. അപ്പോൾ V1 എന്ന് പറയുമ്പോൾ Q/A1 ആണ് അല്ലേ. അപ്പോൾ ഡിസ്ചാർജ് ആദ്യം ഡിറ്റർമൈൻ ചെയ്യണം. ഡിസ്ചാർജ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ V2 തന്നിട്ടുണ്ട്. V2 തന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് കാണാം. ഡിസ്ചാർജ് എന്താണ്, A2 V2 എന്ന് പറഞ്ഞ റിലേഷൻ വെച്ചിട്ട് ഡിസ്ചാർജ് കാണാം. അപ്പോൾ A2 ഏരിയ π/4 D2² ആണ്. D2 നമുക്ക് ഡയമീറ്റർ അറിയാം, V2 അറിയാം. അപ്പോൾ
ഈ റിലേഷൻ വെച്ച് നമ്മൾ ഡിസ്ചാർജ് കിട്ടി 4.4178 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി V1 കാണണം. V1 ചെയ്യുമ്പോൾ 4.4178 ബൈ 5/4 1 സ്ക്വയർ എന്ന് ചെയ്യുമ്പോൾ V1 കിട്ടി 5.625 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഇനി എച്ച് എഫ് എന്ന് പറയുമ്പോൾ 0.2 ഇൻറ്റു V2²/2g ആണ്. ഇവിടെ ഓൾറെഡി V2 അവൈലബിൾ ആണ്. അത് സോൾവ് ചെയ്ത് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടും ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടി, എല്ലാ വാല്യൂസും അറിയാം. ആ വാല്യൂസ് നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇക്വേഷനിൽ. ഇപ്പോൾ PA/ρgയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, HS ചെയ്തു, V1² ചെയ്തു, V2² ചെയ്തു, HFൻ്റെയും ചെയ്തു. ദെൻ അടുത്ത സ്റ്റെപ്പിലൂടെ HFന് 0.2 V2²/2gക്ക് ആ V2²ൻ്റെയും 2gയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് സോൾവ് ചെയ്തപ്പോൾ ആൻസർ കിട്ടി 4.269 എന്ന് കിട്ടി. അപ്പോൾ 4.267 എന്ന് എടുത്തിട്ടുണ്ട്. 4.267 മീറ്റർ ആബ്സല്യൂട്ട് പ്രഷറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം ഇൻലെറ്റിലുള്ള പ്രഷറാണല്ലോ അല്ലേ. അതിനെ 4.27 മീറ്റർ എന്ന് എഴുതുക. അപ്പോൾ എന്താണ്, ഒരു ചോദ്യം ആയി, പ്രഷർ ഹെഡ് അറ്റ് ഇൻലെറ്റ് ആയി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എഫിഷ്യൻസി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എഫിഷ്യൻസി of draft tube equal to V1²/2g minus V2²/2g minus HF/V1²/2g. ഇതിലിപ്പോൾ എല്ലാ വാല്യൂസും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഈ HFൻ്റെ പകരം എന്താണ് 0.2 V2²/2g എന്നിട്ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് താഴെയും മേലെയും 2g ആണുള്ളത്. അപ്പോൾ അതങ്ങോട്ട് ക്യാൻസൽ ആയിപ്പോയി. ദെൻ ഇവിടെ V1² ഉണ്ട്, ഇവിടെ മൈനസ് V2²ഉം ഇവിടെ മൈനസ് 0.2 V2² ആണ്. സോ 1.2 V2² എന്നാവും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. V1² മൈനസ് 1.2 V2²/V1² ആയി. ഇപ്പോൾ ഇത് ഇവിടെ V1²/V1² ചെയ്യുമ്പോൾ 1 ആണ്, മൈനസ് V2²/V1² ആവും. സോ 1 മൈനസ് 1.2 V2/V1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 മൈനസ് 1.2 ഇൻറ്റു 2.5 ബൈ 5.625 ഹോൾ സ്ക്വയർ എന്നാവും. ഇത് സോൾവ് ചെയ്യുമ്പോൾ 1 മൈനസ് 0.237 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.763 എന്നാണ് കിട്ടുക. എഫിഷ്യൻസിയാണ്, അപ്പോൾ പെർസെൻറ്റേജിൽ കാണാം. അപ്പോൾ ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ 76.3% എന്ന ആൻസർ കിട്ടും. സോ ഇതാണ് എഫിഷ്യൻസി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഓക്കെ, താങ്ക് യു.